ഇവിടെ വന്നു വെച്ചാൽ അനിവാര്യമാണ്. നമ്മുടെ കാലഘട്ടം നമ്മൾ സംഘടിക്കേണ്ട ഒന്നിക്കേണ്ട സമയമാണ്. ഇനിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അതെല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. കേരളത്തിന്റെ കുംഭമേള എന്നറിയപ്പെടുന്ന ഈ മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമാകാൻ കഴിയുക എന്നുള്ളത് ഒരു പൂർവ്വജന്മ സുഹൃതമായിരിക്കാം. ആര് തടയാൻ നോക്കിയാലും ഇതൊന്നും തടയാൻ പറ്റില്ല. അതൊക്കെ മോളിനെ തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ നിമിത്തമാണ്. ഭഗവാൻ തീരുമാനിച്ചിട്ടുള്ളതാണ്. ആർക്കത് തടയാൻ പറ്റുക? നല്ല രസാട്ടോ. എനിക്ക് എന്താ പറയാ, ഒരു ചെറിയ കുട്ടി പോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ള ഒരു ചൈൽഡ്ഹുഡ് ആഗ്രഹമാണല്ലോ ഇതെല്ലാം. അത് ശരിക്കും കണ്ണിന്റെ മുമ്പിൽ കണ്ടപ്പോ കണ്ണ് നിറഞ്ഞു പോയി. ഭക്തി മാത്രമുള്ള ഒരു അന്തരീക്ഷം. എവിടെ തിരിഞ്ഞാലും നാമങ്ങൾ, മന്ത്രോച്ചാരണങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ കൂടെ ശരണം വിളിക്കുക, നമ്മുടെ കൂടെ നമഃശിവായ ജപിക്കുക. അത് ഒരു വേറെ ഫീലാണ്, വേറൊരു വൈബാണ്. മഹാമാഘ മഹോത്സവത്തിന്റെ നിള ആരതിയിൽ കാതുകൾക്ക് ഇമ്പം പകരാൻ ഇന്ന് ആശാ സുരേഷ് കൂടി ഉണ്ടായിരുന്നു. അവരുടെ എങ്ങനെയായിരുന്നു ഈ മഹാമാഘ മഹോത്സവത്തിലേക്ക് എത്തപ്പെടുന്നത്? വളരെ ഭക്തിസാന്ദ്രമായിരുന്നു അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ആദ്യമായി ഇങ്ങനൊരു വേദി, കേരളത്തിന്റെ കുംഭമേള എന്നറിയപ്പെടുന്ന ഈ മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമാകാൻ കഴിയുക എന്നുള്ളത് ഒരു പൂർവ്വജന്മ സുഹൃതമായിരിക്കാം. ഇവിടെ വന്നപ്പോൾ അത് അത്രയും പോസിറ്റീവായിട്ടുള്ളൊരു സ്ഥലം. എല്ലാവിടെയും നാമങ്ങളാണ്. മഹാദേവൻ നിറഞ്ഞു നിൽക്കുന്നു, നാവാമുകുന്ദൻ നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനെയുള്ളൊരു വേദിയിൽ ഇപ്പം നീളാരതിക്ക് മുൻപായിരുന്നു ഞാൻ കുറച്ചു നേരം ഇങ്ങനെ കൊട്ടിപ്പാടാനുള്ളൊരു അവസരം ലഭിച്ചത്. അത് മനസ്സുകൊണ്ടും നമുക്ക് എന്താ വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല, അത്രയും ഉള്ളിൽ തട്ടി പറയുന്നതാണ്. വളരെ സന്തോഷമായി, വളരെ മനസ്സ് നിറഞ്ഞു. ഭക്തി മാത്രമുള്ള ഒരു അന്തരീക്ഷം. എവിടെ തിരിഞ്ഞാലും നാമങ്ങൾ, മന്ത്രോച്ചാരണങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പം അത്തരത്തിലൊരു വേദിയിൽ വരാൻ പറ്റിയത് പൂർവ്വജന്മ സുഹൃതം. ഒരുപാട് സ്ഥലത്ത് സോപാന സംഗീതം അവതരിപ്പിച്ചിട്ടുണ്ടാവും. അതെ, പക്ഷെ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമല്ലേ? കാരണം ഈ കുംഭമേളയെ സംബന്ധിച്ചിടത്തോളം മറ്റെവിടെയും ഇതുപോലെ സോപാന സംഗീതം അവതരിപ്പിച്ചതായിട്ടൊന്നും അനുഭവം ഉണ്ടായില്ല. അതെന്താ വെച്ചാൽ ഒന്നാമത് കേരളത്തിലാണ്, കേരളത്തിന്റെ തനത് കലാരൂപമാണ് സോപാന സംഗീതമല്ലോ. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഇടയ്ക്ക എന്ന് പറയുന്ന ആ മഹാവാദ്യത്തിന്റെ ഒരു ഉപാസക ആയതുകൊണ്ട് അഭിമാനപൂർവ്വം ഇവിടെ വരാനും അപ്പൊ അതിലൊരു ഭാഗമാകാൻ, ഇങ്ങനെ സോപാന സംഗീതം കുറച്ചു നേരം പാടാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അത് ഇടയ്ക്ക കലാകാരി ആയതുകൊണ്ടും നമ്മുടെ കേരളത്തിൽ ഈ കുംഭമേള എന്ന സങ്കല്പം വന്നതുകൊണ്ടും മാത്രമാണല്ലോ. അപ്പോൾ മലയാളത്തിലുള്ള കീർത്തനങ്ങളായാലും നമ്മൾ ചൊല്ലുന്ന നാമങ്ങളൊക്കെ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ മറ്റൊരു ക്ഷേത്രത്തിൽ ചെയ്യും, എല്ലാ ക്ഷേത്രത്തിലും ചെയ്യുമ്പോൾ നമുക്ക് അത്രയും പവിത്രമാണ്, ഭക്തിയാണ്. അതിനോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു വേദി എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മുടെ കൂടെ ശരണം വിളിക്കുക, നമ്മുടെ കൂടെ നമഃശിവായ ജപിക്കുക. അത് ഒരു വേറെ ഫീലാണ്, വേറൊരു വൈബാണ്. ഈ സംഘാടകരോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടതായിരുന്നു, അതായത് ഇങ്ങനെ അവതരിപ്പിക്കാൻ താല്പര്യം ഉണ്ടെന്നുള്ളത്? അല്ല, അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല. പക്ഷേ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്ന ഇപ്പോൾ ഇതിന്റെ ചെയർമാൻ ശ്രീ സുധീർ തിരുമേനി മുൻ ശബരിമല മേൽശാന്തി ആയിരുന്നു. അദ്ദേഹം എനിക്ക് വളരെ ചെറുപ്പം തൊട്ട് എനിക്ക് ചോറ് തന്നിട്ടുള്ള ആളാണ്, ചെറുപ്പം തൊട്ട്. അപ്പോൾ അങ്ങനെ അറിയാം. അപ്പോൾ ഇവിടെ നാവാമുകുന്ദന്റെ സന്നിധിയിൽ പലതവണ പാടാൻ വിളിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പം അദ്ദേഹം ചെയർമാനായിരിക്കുന്ന ഇങ്ങനൊരു വേദിയിൽ ആരും കൊതിക്കുമല്ലോ ഇവിടെ ഒരു അവസരം കിട്ടാൻ. പക്ഷെ അദ്ദേഹം വിളിച്ചു. അത് ഞാൻ എന്താ പറയുക, നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതും അദ്ദേഹം ചോദിച്ചതും ഒന്നായി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്ന് പാടാനൊരു അവസരം കിട്ടി. ശരിക്കും പറഞ്ഞിരുന്നത് നിള ആരതിക്ക് ശേഷം എന്നായിരുന്നു ആദ്യം സമയം പറഞ്ഞിരുന്നത്. പക്ഷെ എൻ്റെ ഭാഗ്യം കൊണ്ടും നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഭാഗ്യം കൊണ്ട് തന്നെ ഇവിടെ അതിന് മുൻപ്, നിളാരതിക്ക് മുൻപ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ അതിനോട് ശേഷം നിളാരതി കാണാൻ പറ്റി, ഭാഗമാവാൻ പറ്റി. ഈ സോപാന സംഗീതത്തിനൊപ്പം ആ നിളാരതി കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു അനുഭവം? ഞാനിത് ടി വിയിലേ കണ്ടിട്ടുള്ളൂ. ഞാൻ കാശിക്ക് പോയിട്ടില്ല ഇതുവരെ, വാരണാസിയിൽ പോകാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ നമ്മൾ ഇപ്പൊ റീൽസ് ആണല്ലോ, ഞാൻ ഇത് തന്നെ ഇവിടെ വരണതിന് മുമ്പ് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഇതൊക്കെ കാണാൻ പറ്റൂല. പക്ഷെ എന്താ ഇവിടുത്തെ അവസ്ഥ, തിരക്ക് എങ്ങനെയാ, നമുക്ക് സാധിക്കുമോ എന്നുള്ളത് വെച്ചാൽ അഭൂതപൂർവമായിട്ടുള്ള തിരക്കാ. ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, എല്ലാവരും ആരെയും നമുക്കൊന്നും നിയന്ത്രിക്കാനൊക്കെ. 5000 പേരൊക്കെ ഒരു ദിവസം വരുള്ളൂ എന്നാണ് സംഘാടകർ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ അതെ, അത് ഭയങ്കര സംഭവം തന്നെ. കാരണം നമ്മൾ ഒരു വിഷ്വലൊക്കെ കാണുമ്പോൾ മണലിട്ട താഴെ പോവില്ല. അതുപോലെ ആ സമയത്തൊക്കെ പിൻ ഡ്രോപ്പ് സൈലന്റ് ആണ്. എല്ലാവരും നാമം ജപിക്കുന്നതും എന്താ പറയാ, ഈ നിളാരതിയിൽ തന്നെ അവർ ചൊല്ലുന്നതൊക്കെ ഏറ്റു ചൊല്ലുക, കൂടെ ചൊല്ലുക. ആ ഒരു പ്രത്യേകതരം ഒരു അന്തരീക്ഷം, ഭക്തിമയമായ ഒരു അന്തരീക്ഷം. അതിൽ ദേവവാദ്യം ഇടയ്ക്ക അതും കൊണ്ടുവരാൻ പറ്റി. സാധാരണ ഒരാൾ കാണാൻ വരുന്ന പോലെ എന്നതിനേക്കാൾ ഈ കലാകാരി ആയതുകൊണ്ട് അങ്ങനെ തന്നെ വരാൻ പറ്റി എന്നുള്ളത്
വളരെ സന്തോഷം. കുംഭമേളയിൽ എപ്പോഴെങ്കിലും മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല, ഇവിടെ ആദ്യമായിട്ടാണ്. കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ വാരണാസിയിലത്തെ എല്ലാം. അപ്പൊ ഇങ്ങനെ ആഗ്രഹിക്കുക എന്തെങ്കിലും ഭഗവാൻ വിളിച്ചാലല്ലേ സാധിക്കുക. അപ്പോൾ നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ അതിന് ഭഗവാൻ ഒരു അവസരം തന്നു പങ്കെടുക്കാൻ. ആദ്യമായിട്ട് കാണുക. നല്ല രസമാട്ടോ. എനിക്ക് എന്താ പറയാ, ഒരു ചെറിയ കുട്ടി പോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ള ഒരു ചൈൽഡ്ഹുഡ് ആഗ്രഹമാണല്ലോ ഇതെല്ലാം. അത് ശരിക്കും കണ്ണിന്റെ മുമ്പിൽ കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി. അത്ര സന്തോഷമായി. ക്ഷേത്രവാദ്യകല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെ അതെ. അപ്പം ആ ക്ഷേത്രവാദ്യകല ഇത്തരത്തിലൊരു വേദിയിൽ ഇവിടെ അവതരിപ്പിക്കാൻ കഴിയും എന്നുള്ള ഒരു കാര്യം. പക്ഷേ ഇത് സംഘടിപ്പിക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട ഒരു പശ്ചാത്തലം കൂടിയാണ്. അതിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇതിന് ഇവിടെ ഒരു താൽക്കാലിക പാലത്തിന് അനുമതി നിഷേധിക്കുന്നു, അതുപോലെ തമിഴ്നാട്ടിൽ രഥയാത്ര തടയുന്നു. അപ്പോൾ ഒരു ആ ക്ഷേത്രവാദ്യകലാകാരി എന്നുള്ളത് കൊണ്ട് തന്നെ എങ്ങനെയാണ് അതിനൊരു ഇതെല്ലാം ഇപ്പോ, അതായത് കുംഭമേളയായാലും നമ്മളെല്ലാവരും സംഘടിക്കേണ്ടതായാലും അനിവാര്യമായിട്ടുള്ളൊരു കാലഘട്ടമാണെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ആര് തടയാൻ നോക്കിയാലും ഇതൊന്നും തടയാൻ പറ്റില്ല. അതൊക്കെ മോളിനെ തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ നിമിത്തമാണ് ഇതിനൊക്കെ സംഘടിപ്പിക്കുക അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമാവാൻ പറ്റുക എന്നുള്ളതൊരു നിമിത്തമാണ്. അപ്പോൾ അതിനെ തടയുക എന്നുള്ളതൊക്കെ താൽക്കാലികമായിട്ടുള്ള അറിവുകേട് കൊണ്ട് സംഭവിക്കുന്നതായിരിക്കാം. അവർക്ക് മഹാദേവൻ നല്ല ബുദ്ധി കൊടുക്കട്ടെ. ഇതൊന്നും ഒരാൾ വിചാരിച്ചാലും ആരുടെയും കൈപ്പിടിയിലുള്ള കാര്യങ്ങളല്ല, ഒക്കെ പ്രീ പ്ലാൻഡ് ആണ്. ഭഗവാൻ തീരുമാനിച്ചിട്ടുള്ളതാണ്. ആർക്കത് തടയാൻ പറ്റുക? ഗവർണർ പറഞ്ഞത് അയോധ്യയിൽ ശ്രീരാമൻ തിരിച്ചെത്തിയത് പോലെയാണ് ഇവിടെ കുംഭമേള. അതായത് 270 വർഷം മുൻപ് ബ്രിട്ടീഷുകാരാൽ നിർത്തപ്പെട്ട ഒരു കാര്യം ഇവിടെ ഇത്തരത്തിൽ ആഘോഷിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അത് തന്നെയാണോ ഇവിടുത്തെ ഒരു അന്തരീക്ഷം? സംശയമില്ല. കാരണം നമ്മളിപ്പോ ഞാൻ വളരെ ചെറുപ്പം തൊട്ട് ഇപ്പൊ രാമായണം ഒക്കെ വായിക്കുന്ന, എന്താ പറയാ, നമ്മുടെ മുത്തശ്ശിയായാലും അതൊക്കെ വായിച്ച് കേട്ട് ശീലിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ. അപ്പം അതിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് രാമൻ അയോധ്യയുടെ അധിപതിയാണ്. അപ്പോൾ ആ രാമൻ തിരിച്ചു വരാൻ എന്തേ ഇത്ര വൈകി എന്നുള്ള സംശയം പണ്ട് തൊട്ടേ ഉണ്ട്. അതിപ്പോഴെങ്കിലും സാധിച്ചു എന്നുള്ളത്, ആ കാലഘട്ടത്തിൽ എനിക്ക് ജനിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ ഭാഗ്യം. അതേപോലെ ഈ കുംഭമേള എന്തേ വൈകി തോന്നിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ എന്താണ് ഇതൊന്നും ഇല്ലാത്തത് വെച്ചാൽ, നമ്മളൊക്കെ ജനിക്കണതിന് എത്രയോ മുൻപാണല്ലോ. 217 വർഷം അങ്ങനെ 271 വർഷത്തിന് മുമ്പ് വന്നിട്ടുള്ളൊരു അത് ഇപ്പോൾ ഇവിടെ വന്നു വെച്ചാൽ അനിവാര്യമാണ്. നമ്മുടെ കാലഘട്ടം നമ്മൾ സംഘടിക്കേണ്ട, ഒന്നിക്കേണ്ട സമയമാണ്. ഇനിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്? അതെല്ലാവർക്കും മനസ്സിലായി തുടങ്ങി, നമുക്ക് തന്നെ മനസ്സിലായി തുടങ്ങി. ഇനി വൈകിച്ചാൽ ശരിയാവില്ല എന്നുള്ളത്. അപ്പോൾ ഇനി എല്ലാ വർഷവും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ വർഷവും അത് നടത്തണം. എല്ലാവിധ നമ്മുടെ സോപാന സംഗീതം അവതരിപ്പിക്കാനും കഴിയണം. അതെ അതെ, അങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു അവസരം ദൈവം തന്നാൽ തീർച്ചയായിട്ടും വരും, പങ്കെടുക്കും, സധൈര്യം വരും. ഏതായാലും വളരെ കാതുകൾക്ക് ഇമ്പമേകുന്നതായിരുന്നു ആ ഒരു കുംഭമേളയ്ക്ക് മുമ്പായിട്ടുള്ള സോപാന സംഗീതം. വളരെ നന്ദി. സന്തോഷം. ശരി.